രാജ്യതലസ്ഥാനത്തെ കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്തയിലെ പുതിയ കെട്ടിടമാണ് കർത്തവ്യ ഭവൻ. എസ് നന്ദഗോപൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നന്ദൻ, രാജ്യതലസ്ഥാനത്തെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഈ കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന പൊളിഞ്ഞ കെട്ടിടങ്ങളും മറ്റും മാറ്റി സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി മന്ത്രാലയങ്ങൾ കൂടുതലായി നവീകരിച്ചു വരികയായിരുന്നു. രാജ്പഥ്, നമുക്കറിയാം, റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് നേരത്തെ രാജ്പഥ് ആയിരുന്നു. ആ രാജ്പഥ് നവീകരിച്ച കർത്തവ്യപഥ് എന്നുള്ള പേര് നൽകി. അതിനുശേഷം കർത്തവ്യപഥിന് ഇരുവശങ്ങളുമായി ഈ വിവിധ മന്ത്രാലയങ്ങളുണ്ടായിരുന്നു. ആ മന്ത്രാലയങ്ങളൊക്കെ തന്നെ തകർന്നു വീഴാറാകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രാജ്യ തലസ്ഥാനത്ത് രാജ്യത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളേണ്ട കെട്ടിടങ്ങൾ ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി തന്നെ മുഴുവൻ ഈ മന്ത്രാലയങ്ങളും പുനർനവീകരിക്കുവാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയത്. 6-ാം തീയതി ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ്. കർത്തവ്യ ഭവൻ എന്നുള്ളതാണ് ആ കെട്ടിടത്തിന് പേര് നൽകിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമായിരിക്കും അവിടെ പ്രവർത്തിക്കുക. ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയവും അവിടെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 6-ാം തീയതി വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് രാജ്യ തലസ്ഥാനത്ത് ഈ കർത്തവ്യ ഭവന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ദേവിക, എന്നാലും രാജ്യ തലസ്ഥാനത്തെ കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്തയിലെ പുതിയ കെട്ടിടമാണ് കർത്തവ്യ ഭവൻ. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.